എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴ ക്ഷേത്രവാദ്യ വിദ്യാലയം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്രവാദ്യ വിദ്യാലയത്തിൻ്റെ പേജിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ക്ഷേത്രവാദ്യങ്ങളിൽ പ്രാധാന്യമുള്ള വാദ്യമായ ഇടയ്ക്ക എങ്ങനെ കോർക്കാം എന്നാണ്. ഇടയ്ക്ക് സ്വതവേ ഉപയോഗിക്കുക കൊട്ടിപ്പാടി സേവ എന്ന് സോപാന സംഗീതം എന്നറിയപ്പെടുന്നു. അതായത് സോപാനത്തിൽ നിന്ന് പാടുന്നത് കൊണ്ട് സോപാന സംഗീതം എന്ന പേര് വന്നുവെങ്കിലും അതിൻ്റെ ശരിക്കുള്ള പേര് കൊട്ടിപ്പാടി സേവ എന്നാണ്. അത് ഓരോ ദേശാന്തരങ്ങളിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്കത് കാണുന്നുണ്ട്. അതായത് ഇപ്പം ഈ മധ്യ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ രണ്ട് ശൈലികൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഒന്ന് പാഴൂർ ശൈലി എന്നും അതുപോലെ രാമമംഗലം ശൈലി എന്നും. ബേസിക് ഒന്ന് തന്നെ ആയാലും ഇതിനകത്ത് പല പല വ്യത്യാസങ്ങൾ നമുക്ക് അതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഇടയ്ക്ക എങ്ങനെ കോർക്കാം എന്ന് ചിന്തിക്കാം. ആദ്യം തന്നെ പറയാം, പൂർണ്ണ രൂപത്തിലുള്ള ഇടയ്ക്ക ഭൂമിയിലോ അല്ലെ മറ്റു ഒരു പ്രതലത്തിൽ വെക്കില്ല. അത് കോർത്ത് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്ന പ്രയോക്താവിൻ്റെ തോളത്ത് തൂക്കുക. അതല്ലാത്ത പക്ഷം ക്ഷേത്രത്തിൻ്റെ തന്നെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും തൂക്കുക എന്ന് തൂക്കിയിടുന്ന ഒരു വാദ്യം, അതായത് തൂക്കിയിടുന്ന ഒരു വാദ്യം ആണ് ഇടയ്ക്ക. അത് ഭൂമിയിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റു പ്രതലങ്ങളിലോ ഒന്നും തന്നെ പൂർണ്ണ രൂപത്തിലുള്ള ഇടയ്ക്ക വെക്കാറില്ല. അതിന് രസകരമായ പല പല കഥകൾ ഉണ്ട്. കാരണവന്മാരും ഗുരുക്കന്മാരും കാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇടയ്ക്ക താഴെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ശ്രുതിക്ക് നഷ്ടപ്പെടാൻ ഉള്ള വകുപ്പുണ്ട്. അതാണ് എന്ന് മനസ്സിലാക്കാം. ഇത് ഇടയ്ക്ക വട്ടം. പശുവിൻ്റെ ഉള്ളൂരി ആമാശയമുള്ള ഭാഗത്ത് തോല് ചീന്തിയെടുത്ത് മരത്തിൻ്റെ വളയലിൽ അത് ഒട്ടിച്ചു വെക്കുക, മാടി വെച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഇടയ്ക്ക കുറ്റി എന്നറിയപ്പെടും. പ്ലാവിൻ്റെ തടിയിലാണ് സ്വതവേ ഉണ്ടാക്കുക. കണിക്കൊന്ന അങ്ങനെ പല പല തടികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്ലാവിൻ്റെ തടിയിലാണ് ഇടയ്ക്ക കുറ്റി. നല്ല ക്ഷേത്രവാദ്യങ്ങളിൽ പെട്ട ചെണ്ട, തിവില, മദ്ദളം എന്നീ വാദ്യങ്ങളിലേക്ക് കുറ്റി ഉണ്ടാക്കുന്നത് പ്ലാവിലാണ്. പ്ലാവ് ദൈവവൃക്ഷമായതുകൊണ്ട്. ഇടയ്ക്ക കുറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു കുറ്റിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിന് ഇവിടെ ഒരു ദ്വാരം കാണാം, ഒരു സുഷിരമുണ്ട്. അതതിൻ്റെ മൂക്കാണ്, അതിൻ്റെ വായു പോകാനായിട്ടുള്ള ഒരു ഹോളാണത്. അതുകൂടാതെ ഇതിന് രണ്ട് നാഡിയുണ്ട്. അത് ഈറനാഡി എന്ന് പറയും. നമുക്കും ശരീരത്തിൽ രണ്ട് നാഡിയുണ്ട് പ്രധാനമായിട്ടും. അതുപോലെ ഇതിന് ജീവാത്മാവെന്നും പരമാത്മാവും എന്ന് അറിയപ്പെടുന്ന രീതിയിൽ രണ്ട് നാഡി രണ്ട് ഭാഗത്തും അതുണ്ടാവും. ഇതാണ് അതിൻ്റെ കമ്പനം. വാദ്യങ്ങൾ സ്വതവേ 3 ജാതിയാണ് ഉള്ളത്: പ്രകമ്പന, കമ്പന, സുഷിര. പ്രകമ്പനം കൊണ്ട് അടി കൊണ്ട് അല്ലെ അടിച്ച് ശബ്ദമുണ്ടാക്കുന്ന വാദ്യങ്ങൾ, പ്രകമ്പന കൊണ്ടുണ്ടാക്കുന്ന വാദ്യങ്ങളുണ്ട്. കൊട്ടുവാദ്യങ്ങൾ, ചെണ്ട, ഇടയ്ക്ക, തിമില, മൃദംഗം, തബലയെല്ലാം. അതല്ലാതെ കമ്പനം, സ്ട്രിങ്സിൽ വായിക്കുന്ന വാദ്യങ്ങളുണ്ട്. അതായത് വീണ, ഗിറ്റാർ, വയലിൻ, നമ്മുടെ നാടൻ പുള്ളുവ വീണ. അങ്ങനെ തന്ത്രികളിൽ അല്ലെ കമ്പികളിൽ തന്ത്രികളിലൂടെ നാദം ഉണ്ടാക്കുന്നതിന് രണ്ടാമത്തെ വാദ്യം. അതുപോലെ മൂന്നാമത്തെ വാദ്യം സുഷിരവാദ്യം, ഊതി നാദം ഉണ്ടാക്കുന്നത്. അതായത് ഓടക്കുഴൽ, നാദസ്വരം, കുറുങ്കുഴൽ, സാക്സഫോൺ എന്നിങ്ങനെ വാദ്യങ്ങൾ. ഇപ്പം ലോകത്തെമ്പാടും നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ജാതി വാദ്യങ്ങളാണ് മെയിനായിട്ടുള്ളൂ. അതുകൂടാതെ വരുന്നത് ഈ 3 ജാതി വാദ്യങ്ങളും ചേരുന്ന ഒരു വാദ്യമാണ് ഇടയ്ക്ക. അതിൻ്റെ 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാട്ടിയിരുന്നത്. ഒന്ന് അതിൻ്റെ കമ്പനം, ആ സൗണ്ട് നിലനിൽക്കാൻ, അതിൻ്റെ മൃഗ എന്ന് പറയും, സൗണ്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുവാണ് ഈറനാടിയാണിത്. പിന്നെ ശബ്ദവ്യത്യാസം വരാനായിട്ട് വായു സഞ്ചാരത്തിന് വേണ്ടി ഹോള് ഇട്ടിരിക്കുന്നു. ഇത് നമുക്കിനി ഇടയ്ക്ക കോർക്കുന്ന എപ്രകാരം നോക്കാം. ഇടയ്ക്ക ഒരിക്കലും താഴെ വെച്ച് വെക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ താഴെ വെറും തറയിൽ വെച്ച് കോർക്കില്ല. അത് എപ്പോഴും ഇതുപോലൊരു തുണിയുടെ പുറത്ത് വെച്ചിട്ട് കോർക്കുള്ളൂ. ഇത് ഓൾറെഡി നേരത്തെ കോർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ഇത് വെക്കുകയാണ്. ഇതിന് മൊത്തം 6 ദ്വാരങ്ങളാണ് ഉള്ളത്. അതായത് 6 ശാസ്ത്രങ്ങളാണ് പറയുന്നത്. ഇത്
പഞ്ഞി പിരിച്ചെടുക്കുന്ന കോട്ടൺ റോപ്പാണിത്. കടയിൽ കിട്ടുന്നതാണ് കോട്ടൺ റോപ്പ്. അത് വാങ്ങിച്ച് അതിലാണ് കെട്ടുക. പ്ലാസ്റ്റിക്കിൽ കോർക്കാറില്ല സ്വതവേ. ഇന്നിപ്പോൾ പലതും കാണുന്നുണ്ടെങ്കിലും കോട്ടൺ റോപ്പാണ് ഇതിന് സ്വതവേ ഉപയോഗിക്കുക. 3.5 6 ആണ് ഇതിന്റെ കണക്ക് എന്ന് പറയുക. നമ്മൾ ശ്രുതി നോക്കി അത് കോർക്കുള്ളൂ. നമുക്ക് ആവശ്യമായ ശ്രുതി, അതായത് പഞ്ചമ ശ്രുതിയിൽ ഇടയ്ക്ക കോർത്തിട്ടാൽ പഞ്ചമ ശ്രുതിയിൽ നിൽക്കണം. അതായത് പഞ്ചമ ശ്രുതി കണക്കാക്കി വേണം ഇടയ്ക്ക കോർക്കാൻ എന്നാണ് ഗുരുനാഥന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്യാറുള്ളത്. ഈ കോർക്കുന്നതിൽ വരുന്ന കെട്ടുകളുടെ പല ഈ 6 നാടിന് 60 ഭാഷ എന്ന രീതിയിൽ ഭാഷാന്തര വ്യത്യാസം പോലെ കെട്ടുന്നതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിങ്ങനെ കെട്ടുന്നത്. ഇത് കോർത്തതിന് ശേഷം അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ ടെൻഷൻ വരാൻ വേണ്ടിയിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ചരട് എവിടെയും നമ്മളറിയാതെ വലിവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മൊത്തം ഒരേ വലിവിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിൽ അഴുക്കുണ്ടാവില്ല. അഴുക്കുണ്ട് വെച്ചാൽ വെള്ള ചരടാണ്, ആ അഴുക്കുന്നത് പറ്റും. അപ്പോൾ കൈ ശുദ്ധമായിട്ട് വേണം ഈ കാര്യം ചെയ്യാൻ. കുഴപ്പമില്ല. ഇനി അത് ചുറ്റി കെട്ടുന്നു. ഇടയ്ക്കയുടെ ഉത്ഭവത്തെ പറ്റി രസകരമായ പല കഥകളും കാർന്നവന്മാരും ഗുരുക്കന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട്. പല നാടുകളിൽ പല കഥകൾ പ്രചാരത്തിലുണ്ട്. അതൊക്കെ പറയാൻ പോയാൽ ഒത്തിരി വൈകും. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അധികം അതിലേക്കൊന്നും കടക്കുന്നില്ല. പല കഥകളുണ്ട്. ആദ്യത്തെ ഘട്ടം ഇടയ്ക്ക കോർത്ത് വെക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക കോർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ കച്ചയിലേക്ക് ബന്ധിപ്പിക്കുക. ഇടയ്ക്ക കച്ച, തോളിലിടുന്ന തോൾക്കച്ചയിലേക്ക്. ഈ തോൾക്കച്ച ശിവനാഗമായ വാസുകിയാണ് എന്നൊരു വിശ്വാസവും വാദ്യകലാകാരന്മാർക്കിടയിലുണ്ട്. ഇങ്ങനെ 2 ഭാഗത്തെ 2 ചരടുകളായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് അലങ്കാരത്തിന് വേണ്ടി പലതും തുണിയിലാണ് തയ്ക്കുന്നത്. അലങ്കാരത്തിന് പലതും ചെയ്യുന്നു എന്ന് മാത്രം. ഇനിയുള്ള ഭാഗം നമുക്ക് തോളത്തേക്ക് വെക്കാനായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് അവിടുന്ന് ഒന്നിടവിട്ടുള്ള ചരടുകളിലാണ് ഇത് കോർക്കുക. അത് സ്വതവേ ഇവിടെ കെട്ടി നിർത്താം, അല്ലെങ്കിൽ കൂട്ടി 2 കൂടെ കൂട്ടി കിട്ടുന്ന രീതിയുണ്ട്. ഇത് മറ്റേ ചെറുതായിട്ട് കൂട്ടി കിട്ടുന്ന രീതിയുണ്ട്. ഞങ്ങൾ സ്വതവേ ഇങ്ങനെ ചെയ്യാറുള്ളത്. കൂട്ടിക്കെട്ടാറില്ല. കൂട്ടിക്കെട്ടിൽ തെറ്റില്ല, അതുകൊണ്ട് ദോഷമില്ല. ഇതിപ്പോൾ ഒന്നരവിട്ട് കെട്ടുന്ന എന്താ വെച്ചാൽ എല്ലാ ചരടിലും ഇതിന്റെ കെട്ട് വരണം. ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന ചരട്, അതായത് ഈ ചരടില് ഇവിടെ വരുമ്പോൾ കെട്ട് വരും. ഇപ്പൊ ഇവിടെ കെട്ടുണ്ട്, ഇവിടെ കെട്ടില്ല. ഇതിപ്പുറത്ത് വരുമ്പോൾ കെട്ട് വരും. അത് ഞാൻ അങ്ങനെ കാണിക്കാം. ഒന്നരവിട്ട് കെട്ടുന്നതിന്റെ ഉദ്ദേശം അതാണ്. എല്ലാ ചരടിലും ഈക്വൽ ടെൻഷൻ വരണം. ഒരേ മർദ്ദം എല്ലായിടത്തും വരണം. ഇല്ലെങ്കിൽ മർദ്ദത്തിന് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് ആ നാദത്തെ ബാധിക്കും. നേരത്തെ നമ്മൾ വിട്ട് കളഞ്ഞ ചരടുകളിൽ ആണ് ഇനി കെട്ട് വരിക. ഒന്നരവിട്ട് വരും. അതായത് ഇവിടെയും രണ്ടാമത്തെ ചരടുകൾ നോക്കി കെട്ടിയാൽ മതി. അപ്പോൾ അത് കറക്റ്റ് വരും. സ്വതേ അവിടെ തന്നെ കെട്ട്. ഞാൻ
പെട്ടെന്ന് ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങോട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മടിയിൽ വെച്ചും കൊടുക്കാറുണ്ട്, അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പൂർണ്ണ രൂപമല്ല, ഏതാണ്ട് പകുതിയോളം ഭാഗം കഴിഞ്ഞു, 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി അതിൽ ജീവക്കോല് കോർക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ജീവക്കോല് എന്ന് പറയുന്നത് ഇത് നൂലുണ്ട എന്ന് പറയും. പണ്ട് കാലങ്ങൾ ഇത് വലിയൊരു തുണിക്കഷ്ണത്തിനകത്ത് കുറേ വെട്ടുകഷ്ണം വെച്ച് കൂർപ്പിച്ചെടുക്കുന്ന, കൂട്ടി തയ്ച്ച് വെക്കുന്ന ഒരു രൂപമായിരുന്നു. പിന്നീട് ഇടയ്ക്കൽ വന്ന കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇതിപ്പോൾ കമ്പിളി നൂല് ഒരു പ്രത്യേക രൂപത്തിൽ വെട്ടിയെടുത്ത് ചെയ്യുന്ന നൂലുണ്ടയാണിത്. ഇങ്ങനത്തെ 64 എണ്ണമാണ് ഇടയ്ക്കൽ വേണ്ടത്. ഈ 64 എണ്ണം കാണിക്കുന്ന 64 കലകളാണ്. അതിനെപ്പറ്റിയും പിന്നെ പറയാം. ഇത് 4 വേദങ്ങളായിട്ട്, ഇതിന് ജീവക്കോല് എന്ന് പറയാം. ഈ 4 ജീവക്കോലുകളായിട്ട് ഇവിടെയും 8, ഇവിടെ 8, അപ്പോൾ മൊത്തം 16 എണ്ണം. അങ്ങനത്തെ 4 എണ്ണം, 16, 4, 64 എണ്ണമാണ് ജീവക്കോലിൻ്റെ കണക്ക് വരിക. ഇതിങ്ങനെ ഇവിടെ കോർത്ത് വെക്കും, ഇവിടെ ഈ ഭാഗത്ത് ചെടി വെക്കും, അപ്പോൾ അതവിടെ ഇറങ്ങത്തില്ല. ഇന്ന നിറം വേണമെന്നൊന്നുമില്ല, നിറങ്ങളൊക്കെ നമ്മുടെ താല്പര്യാർത്ഥമാണ്. അത് ഇടയ്ക്ക കലാകാരൻ്റെ താല്പര്യം അനുസരിച്ച് നിറങ്ങൾക്ക് മാറ്റം വരാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇടയ്ക്ക കോർക്കുന്ന എങ്ങനെ പരിചയപ്പെട്ടു. ആ ഇടയ്ക്കയുടെ പൂർണ്ണ രൂപമാണിത്. ഈ രൂപത്തിലുള്ള ഇടയ്ക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിലോ മറ്റു മേശപ്പുറത്തോ അല്ലെങ്കിൽ കസേരയിലോ ഏതെങ്കിലും പ്രതലത്ത് വെക്കാൻ പാടില്ല എന്നാണ് ഗുരുനാഥന്മാർ പറഞ്ഞത്. ഇടയ്ക്ക പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്ക താഴെ വെക്കില്ല. അത് ക്ഷേത്രത്തിൽ സോപാനത്തേക്ക് തൂക്കിയിടാം, ഇല്ലെങ്കിൽ അതിന് കണക്കാക്കിയിട്ടുള്ള സ്ഥാനങ്ങളിൽ ഒരു കുളത്തിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ കുളത്താണ് പണ്ടുണ്ടാകുന്നത്. ഇപ്പം ഇരുമ്പിൻ്റെ കുളത്തൊക്കെ ആയി അതിന് തൂക്കിയിടാറാണ് പതിവ്. അപ്പോൾ നമ്മൾ കോർത്തെങ്കിലും ഇടയ്ക്കെ പറ്റി ഒന്നുകൂടെ ഒന്ന് അറിയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 64 കലകളാണ് ഈ കാണുന്ന 64 നൂലുണ്ടകൾ. അതിനെ പൊടിപ്പ് എന്ന് പറയും. 64 കലകൾ. ആ 64 കലകൾ 4 വേദങ്ങളായി, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്ന 4 വേദങ്ങൾ. നേരത്തെ പറഞ്ഞ ജീവക്കോലുകൾ, ഈ ജീവക്കോലുകളെയാണ് 4 വേദങ്ങൾ എന്ന് പറയുക. ഇങ്ങനെ 4 വേദങ്ങളിലായിട്ട് 16 വീതം 4 എണ്ണം. അപ്പം 16, 4, 64 കലകൾ. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്ന ഇടയ്ക്കയുടെ വട്ടം. ഇതിന് പല വിശ്വാസങ്ങളുണ്ട്. കൊട്ടുവട്ടത്തെ സൂര്യനായും പിൻവട്ടത്തെ ചന്ദ്രനായും ഇടയ്ക്ക് ഉള്ള കുറ്റിയെ ഭൂമിയായും വിശ്വസിക്കുന്ന കലാകാരന്മാരുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരർ, അതായത് ഇവിടുന്ന് നാദം ആരംഭിച്ചു, അത് നടുഭാഗം ഈ പ്ലാവിൻ്റെ കുറ്റി, അതിനെ മഹാവിഷ്ണുവായിട്ടും അവസാനം ചെന്ന് മുട്ടുന്ന ഭാഗം അവിടെ മുട്ടിയിട്ട് ശബ്ദം പിന്നെ തിരിച്ചു വന്നിട്ടാണ് സൗണ്ട് വരുന്നത്. എപ്പോഴും നമ്മൾ ഇവിടെ പ്രകമ്പനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തെ വട്ടത്തെ പോയി ആ വട്ടത്തിൽ നിന്ന് തിരിച്ചിവിടെ വന്നിട്ട് ശേഷമാണ് നമ്മൾ ശബ്ദം കേൾക്കുക. അപ്പോൾ ആ ശബ്ദത്തിൽ ഇത് പിൻവട്ടത്തെ സംഹാരമൂർത്തിയെ സാക്ഷാൽ മഹാദേവനായിട്ടും വിശ്വസിച്ചു പോരുന്ന കലാകാരന്മാരുണ്ട്. അങ്ങനെ നമ്മൾ ഹൈന്ദവാചാരപ്രകാരം ഒത്തിരി വിശ്വാസങ്ങൾ നമ്മളിലുണ്ട്. എങ്കിലും ഈ വട്ടത്തിൽ കാണുന്ന 6 സുഷിരങ്ങൾ, ഇപ്പം ചെണ്ടയ്ക്കാണെങ്കിൽ 12 ഉണ്ട്, മദ്ദളത്തിനും അതുപോലെ തന്നെ, തിമിലയ്ക്കും ഇടയ്ക്കും മാത്രം 6 എണ്ണം വെച്ചേ ഉള്ളൂ. 6 ശാസ്ത്രങ്ങളെയാണ് ഇത് കണക്കാക്കുന്നത്. അപ്പം 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 64 കലകൾ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഇടയ്ക്കയുടെ അകത്ത് കുറ്റിയുടെ അവിടെ 2 ഈറനാടികൾ 2 ഭാഗത്ത് പോകുന്നുണ്ട്. അത് ജീവാത്മാവെന്നും പരമാത്മാവെന്നും അതിനെ കണക്കാക്കുന്നു. ശബ്ദം നിലനിൽക്കുന്നത് അവിടെയാണ്.
അതുപോലെ ശബ്ദ ക്രമീകരണത്തിന് ഇവിടെ ഒരു സുഷിരമുണ്ട്. ഈ ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ച സുഷിരമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ ശബ്ദം ആ വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ്. അത് അടച്ചു പിടിക്കാൻ പാടില്ല. അത് നമ്മൾ അറിയാതെ തന്നെ പഞ്ചവാദ്യം കൊട്ടുമ്പോൾ ഈ കുറ്റി ചിലപ്പോൾ നടന്നൊക്കെ കൊട്ടുന്ന പഞ്ചവാദ്യം ആകുമ്പോൾ കുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ കയ്യിൽ കാലടി വായുമർദ്ദം വരുമ്പോൾ നമ്മളത് മാറ്റി പിടിക്കാറാണുള്ളത്. അങ്ങനെ പതിവ്. പിന്നെ പറയാനായിട്ട് നേരത്തെ പറഞ്ഞ കച്ചയെ ശിവനാഗമായ വാസുകി ആയിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇത്രയും പ്രാധാന്യമുള്ളൊരു വാദ്യമാണ്. മറ്റൊരു വാദ്യത്തിനും ഇത്ര പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റില്ല. ക്ഷേത്രവാദ്യങ്ങളിൽ എല്ലാ വാദ്യത്തിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സോപാനത്തെങ്കിൽ ഇടയ്ക്ക കൊട്ടി പാടുക എന്ന് തന്നെ പറയുന്നത്. കൊട്ടിപ്പാടി സേവ, ഇടയ്ക്കയുടെ സ്തുതിക്കുക, പഞ്ചമസ്തുതിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചമസ്തുതിക്ക് പാടുന്നു, കൊട്ടി പാടുന്നു. അതിൻ്റെതായ ചില സോപാന കീർത്തനങ്ങളും ഒക്കെ ഋഷീശ്വരന്മാരായിട്ടും ഗുരുനാഥന്മാരായിട്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ പഠിച്ച് പാടുക. ഓരോ അതിനെപ്പറ്റിയൊക്കെ പിന്നെ അടുത്ത് വരുന്ന വീഡിയോസിനായിട്ടോളാം. 5 പൂജകൾക്ക് 5 രാഗങ്ങളിൽ പാടുന്ന ധ്യാനികളുണ്ട്, കൂറുകളുണ്ട്. അതുപോലെ ഓരോ സമയം അനുസരിച്ച് സമയത്ത് പാടുന്ന രാഗങ്ങൾ, ഇപ്പോൾ രാവിലെ പാടുന്ന രാഗങ്ങൾ ഒരിക്കലും വൈകിട്ട് പാടില്ല. ഉദാഹരണം ഭൂപാളം ഒന്നും വൈകിട്ട് പാടില്ല. വൈകിട്ട് പാടുന്ന നീലാംബരി പോലത്തെ രാഗങ്ങൾ അതൊന്നും യാതൊരു കാരണവശാലും രാവിലെ സ്വാഭാവിക പാടാറില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ശബ്ദത്തെ കൂടെ നമുക്ക് കേൾക്കണമല്ലോ. അപ്പം ഇടയ്ക്കയിലെ ഗണപതിക്കൈ മറ്റൊരു വാദ്യത്തിലും ഗണപതിക്കൈ നമ്മൾ കളരിയിൽ അഭ്യസിക്കുമ്പോഴാണ് ചെണ്ടയിലും മാത്തളത്തിലും തിമിലയിലും ഒക്കെ ഗണപതിക്കൈ കൊട്ടുക. തായമ്പകയിൽ ചെണ്ടയിലെ അവസാനം തായമ്പകയിൽ ഗണപതിക്കൈ കൊട്ടുന്നുണ്ടെങ്കിലും ഇടയ്ക്കയിൽ മാത്രമാണ് സോപാനത്തെങ്കിൽ കൊട്ടിപ്പാടി സേവ ആരംഭിക്കുമ്പോൾ ഗണപതിക്കൈ കൊട്ടി അതിനുമുമ്പ് ത്രിസ്ഥാനം പിടിച്ച് സാപ്പാസ എന്ന ത്രിസ്ഥാനം പിടിച്ച് ഈ 3 ത്രിസ്ഥാനം പിടിച്ചിട്ട് അതിൽ ഗണപതിക്കൈ കൊട്ടുക. അതിനുശേഷം ഗായകൻ, പാട്ടുകാരൻ ആ സമയത്തനുസരിച്ചുള്ള രാഗങ്ങളിലുള്ള ധ്യാനി പാടുക. ആ ധ്യാനി പാടിയ താളത്തിലുള്ള കൂറ് കൊട്ടുക. അതോടുകൂടി സോപാന ചിട്ട കഴിഞ്ഞു എന്നാ പറയുക. പിന്നെ ഇപ്പോൾ വളരെ റെയറായിട്ട് കാണുന്നുണ്ട് ഈ കൂറ് കൊട്ടിക്കഴിഞ്ഞാൽ തൊപ്പിമദ്രം എന്നൊരു വാദ്യമുണ്ട്. ആ വാദ്യത്തിൽ അലങ്കാരം കൊട്ടുക. ഇന്നത് ചോറ്റാനിക്കരയിലും തുറവൂർ മഹാക്ഷേത്രത്തിലും അങ്ങനെ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. ചേരാനെല്ലൂരും അങ്ങനെ വളരെ ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ആ ചിട്ട സമ്പ്രദായം കാണുന്നുള്ളൂ. ചോറ്റാനിക്കരെ പോകണമെങ്കിൽ നമുക്ക് ഏത് പൂജയ്ക്കും ഇങ്ങനെ തൊപ്പി മന്ത്രത്തിൽ അലങ്കാരം കൊട്ടുന്നതാണ്. അതിനുശേഷമാണ് കീർത്തനം ആലപിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും ഗണപതിക്ക് നമ്മൾ തുടങ്ങി വെക്കുന്നു. ഒരു ഇടയ്ക്ക പഠിക്കുന്ന വിദ്യാർത്ഥി ആദ്യം തന്നെ തക്കിട്ട എന്ന കാര്യം ഒരു പാടക്കൈ കൊട്ടിപ്പടിച്ച് ഒരു പരിധി എത്തുമ്പോൾ അദ്ദേഹത്തിന് ഗണപതിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് കൂറുകളും കൊട്ടിവെപ്പും അതുപോലെ തീറും കൊട്ടുന്നു. പൂജാക്രമത്തിൽ പൂജയ്ക്ക് വേണ്ടി പൂജ കൊട്ട് എന്ന് പറയാം. പൂജ കൊട്ടിൽ നമുക്ക് ത്രിസ്ഥാനം പിടിച്ച് ഗണപതിക്ക് കൊട്ടുന്നു, കൂറ് കൊട്ടുന്നു, കൊട്ടിവെപ്പ് കൊട്ടുന്നു, പിന്നെ തീറ് കൊട്ടുന്നു. ഇത്രയും പ്രാധാന്യം ഉള്ള കാര്യമാണ്. ഇത്രയുമാണ് നമ്മൾ കൊട്ടിപ്പാടി സേവയിൽ അനുഷ്ഠിച്ചു പോരുന്നത്. പഞ്ചവാദ്യത്തിന് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഗണപതിക്കൈ ഒന്നും തന്നെ കൊട്ടാറില്ല. പഞ്ചവാദ്യം തുടങ്ങുമ്പോൾ കാലം നിർത്തി തുടങ്ങുന്നു. ഒരു പരിധി കഴിയുമ്പോൾ പഞ്ചവാദ്യത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ ഇടയ്ക്കയും മദ്ദളവും കൊമ്പും പഞ്ചവാദ്യത്തിൽ നിന്ന് പിന്മാറി തിമില മാത്രമായിട്ട്, ഇവിടെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ആലപ്പുഴയിലൊക്കെ തിമില ഇടച്ചിലെന്ന് പറയും, വടക്കൻ കേരളത്തിലൊക്കെ തിമില പറ്റ് എന്ന് പറയാറുണ്ട്. തിമിലയും താളമില്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് തിമിലയും താളവും മാത്രമായിട്ട് ഇരികിട കൊട്ടി ഇടഞ്ഞു കൊട്ടി വെക്കാറുണ്ട്. ആ ഭാഗത്ത് ഇടയ്ക്കയും മദ്ദളവും കൊമ്പും മാറാറുണ്ട്. അത് പഞ്ചവാദ്യത്തിൻ്റെ കാര്യം. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഇടയ്ക്കയിൽ നമ്മൾ ഗണപതിക്ക് കൊട്ടാറില്ല. ശേഷം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.